ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഉണ്ടായിരുന്നു, സൂര്യേട്ടെ കാത്തുന്ന പോലെ. ദാസിനെ അവിടെ കണ്ടപ്പോൾ ഞാനും ചുറ്റും കണ്ണോടിച്ചു. ഇനി സൂര്യേട്ടൻ്റെ അനിയനെങ്ങാനും വന്നിട്ടുണ്ടാവുമോ എന്ന്. എന്നാൽ അങ്ങനെ ആരെയും അവിടെ കണ്ടില്ല. ഇനി ആ ഒരാളെ കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ കുടുംബം ഒന്നാകും, ഞാൻ ഓർത്തു. സൂര്യേട്ടൻ വന്നതും അമ്മയുടെ അടുത്തേക്കാണ് ചെന്നത്. ആ കണ്ണുകളിൽ നോക്കി കൊണ്ട് തന്നെ ഏട്ടൻ അവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അമ്മേ. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകൻ്റെ വിളി കേട്ട് ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ ഒരു വിളി കേൾക്കാൻ എത്രമാത്രം ആ ഹൃദയം കൊതിച്ചിരുന്നു എന്ന് ആ കണ്ണുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. സൂര്യേട്ടൻ അവരെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് ഏട്ടനും കരഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് നിന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകളും നിറഞ്ഞിരുന്നു. പതിയെ അമ്മയെയും മകനെയും അവരുടെ ലോകത്ത് വിട്ട് ഞങ്ങളെല്ലാം അവിടെ നിന്ന് മാറി. എത്ര നേരം തൻ്റെ അമ്മയെയും ചേർത്ത് പിടിച്ച് ആ നിൽപ്പ് തുടർന്നുവെന്ന് മഹിക്കറിയില്ലായിരുന്നു. മനസ്സിലെ ഭാരമെല്ലാം കെട്ടടങ്ങി എന്ന് തോന്നിയപ്പോൾ അവൻ പതിയെ അകന്നു മാറി. ആ അമ്മയുടെ നെഞ്ചിലെ ഭാരവും ഒഴിഞ്ഞിരുന്നു എന്ന് തോന്നി. എങ്കിലും കണ്ടിട്ടും മതിവരാത്ത എന്ന പോലെ അവർ പിന്നെയും അവനെ തന്നെ നോക്കിയിരുന്നു. അവൻ ഒരു ചിരിയോടെ അമ്മയെയും കൊണ്ട് സോഫയിലേക്കിരുന്നു. എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, ഞാൻ എൻ്റെ മകനെ ശരിക്കും ഒന്ന് കാണുകയായിരുന്നു, ഇങ്ങനെ അടുത്ത്. എത്രയോ ദിവസങ്ങളിൽ നീ അമ്പലത്തിൽ വരുമ്പോൾ ദൂരെ നിന്ന് കണ്ടിരുന്നു. കണ്ണ് നിറച്ചെന്ന് കാണുന്നതിന് മുന്നേ തന്നെ നീ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ഇപ്പോൾ നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. കണ്ണ് നിറച്ച് കാണുകയായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ. അതിനെന്താ, ഇനി എപ്പോഴും ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇനി അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാമല്ലോ. അത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് വീണ്ടും അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൻ പതിയെ അവരുടെ ചുളിഞ്ഞു തുടങ്ങിയ കയ്യിൽ ഉമ്മ വെച്ച് അവരെ തന്നോട് ചേർത്ത് പിടിച്ചു. ഒന്ന് പറഞ്ഞുകൂടായിരുന്നു അമ്മേ, എൻ്റെ അമ്മയാണെന്ന്? എൻ്റെ ഇത്രയും അടുത്തുണ്ടായിരുന്നിട്ടും ഞാൻ അറിയാതെ പോയില്ലേ? ഞാൻ ഉണ്ടായിട്ടും അമ്മയ്ക്ക് ആരുമില്ലാത്ത പോലെ ജീവിക്കേണ്ടി വന്നില്ലേ? പേടിയായിരുന്നു എൻ്റെ കുട്ടിയെ. എല്ലാവരും അറിഞ്ഞ നിന്റെ ജീവൻ ആപത്ത് വരുമെന്ന്. നിന്റെ എടുത്തുചാട്ടവും ദേഷ്യവും നിറഞ്ഞ സ്വഭാവം ഇവിടെ വന്നപ്പോൾ അടുത്ത് കണ്ടതാണ്. എല്ലാം അറിഞ്ഞ നീ വഴക്കുണ്ടാക്കാൻ പോകുന്നു ഉറപ്പായിരുന്നു. കൽപ്പകശ്ശേരിക്ക് വേറെ അവകാശികളുണ്ടെന്നറിഞ്ഞാൽ എങ്ങനെയും നിന്നെ ഇല്ലാതാക്കാനാവും അവർ ശ്രമിക്കുക. ആരും ഒന്നും അറിഞ്ഞില്ലെങ്കിലും നീ സുരക്ഷിതനായി ഇരിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. ദൂരെ നിന്നാണെങ്കിലും എൻ്റെ കുഞ്ഞിനെ കാണാമല്ലോ. കുറച്ചു നേരത്തേക്ക് മഹി ഒന്നും പറഞ്ഞില്ല. പിന്നെ വീണ്ടും ചോദിച്ചു, ദാസന്റെ വീട്ടിൽ കുഞ്ഞിനെയും കൊടുത്തു പോയതിനു ശേഷം അമ്മ എവിടെയായിരുന്നു? എങ്ങനെയാണ് ഇവിടെ വന്നു പെട്ടത്? ദാസന്റെ വീട്ടിൽ കുഞ്ഞുമോനെയും കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ തകർന്നു പോയിരുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു. മരിച്ചാലോ എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ അതിന് മനസ്സ് വന്നില്ല. ഒരു തീർത്ഥാടനമാണ് നല്ലതെന്ന് മനസ്സ് പറഞ്ഞു. അങ്ങനെ ഓരോരോ അമ്പലങ്ങളിലായി കയറി ഇറങ്ങി. കാഷായ വസ്ത്രം ധരിച്ചു. ഒരു സന്യാസിനി പോലെ ജീവിച്ചു തുടങ്ങി. ഏത് ദൈവത്തിൻ്റെ മുന്നിലും മരിക്കുന്നതിന് മുന്നേ എന്നെങ്കിലും എൻ്റെ മക്കളെ എനിക്കൊന്ന് കാട്ടിത്തരണേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഒരിക്കൽ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ തൊഴാൻ വന്ന മണിയേട്ടൻ എന്നെ കണ്ടതും തിരിച്ചറിഞ്ഞതും. മണിയണ്ണനോ? മണിയണ്ണനെ അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അപ്പോൾ മണിയണ്ണനും കാളിയമ്മയ്ക്കും അറിയാമായിരുന്നു ഞാൻ ആരാണെന്ന്? അവർക്കെല്ലാം അറിയാമായിരുന്നു. പണ്ട് ദേവേട്ടനും രാഘവേട്ടനും കൂടി ക്ഷേത്രദർശനം എന്ന് പറഞ്ഞു വരുമ്പോൾ മിക്കവാറും ഡ്രൈവറായി കൂടെയുള്ളത് മണിയേട്ടനായിരുന്നു. അന്നു മുതലേ മണിയേട്ടൻ എന്നെ അറിയാം. അന്ന് രാഘവേട്ടന് അപകടം സംഭവിച്ചപ്പോൾ മണിയേട്ടനും ഉണ്ടായിരുന്നല്ലോ. ദാസ് അന്ന് നിന്നെ കൊണ്ട് ദേവേട്ടൻ്റെ അടുത്ത് ഏൽപ്പിക്കുമ്പോൾ മണിയേട്ടനും അറിയാമായിരുന്നു നീ ആരാണെന്നുള്ള സത്യം. നിന്റെ 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെ മണിയേട്ടനും കാളിയമ്മയും അല്ലേ നോക്കിയത്? രാഘവേട്ടൻ മരിച്ച ഉടനെ തന്നെ ദേവേട്ടൻ ഒരു കുട്ടിയെ എടുത്ത് വളർത്തിയാൽ അത് ചിലപ്പോൾ മാനവേന്ദ്രന് സംശയം തോന്നിയാലോ എന്നവർ ഭയന്നു. അതുകൊണ്ട് വളരെ രഹസ്യമായി നിന്നെ 3 വർഷക്കാലം താമസിപ്പിച്ച ശേഷമാണ് ദേവേട്ടൻ നിന്നെ എല്ലാവർക്കും മുന്നിലേക്ക് കൊണ്ടുവന്നതെന്നാണ് മണിയേട്ടൻ പറഞ്ഞത്. തൻ്റെ അത്രയും കുഞ്ഞിലത്തെ കാര്യമൊക്കെ ഓർത്തെടുക്കാൻ മഹി ശ്രമിച്ചെങ്കിലും അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. ദേവച്ചൻ്റെ കൂടെ ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ അവന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഈ കാലം അത്രയും മണിയണ്ണനും കാളിയമ്മയും എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് അവന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാവും പാറു ഇതൊക്കെ അറിഞ്ഞത്? ഇനി അവളോട് അവർ സത്യമൊക്കെ പറഞ്ഞതായിരിക്കുമോ? അതും അവൻ്റെ മനസ്സിൽ ഒരു സംശയമായി ബാക്കി കിടന്നു. അവളോട് തന്നെ ചോദിക്കാം. എന്നിട്ട് അമ്മ മണിയണ്ണനെ കണ്ടിട്ടോ? മണിയേട്ടൻ പറഞ്ഞ് ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. മണിയേട്ടൻ തന്നെയാണ് പറഞ്ഞത് മാനവേന്ദ്രന് എന്നെ കണ്ടാലൊന്നും തിരിച്ചറിയാൻ കഴിയില്ല എന്ന്. ഇങ്ങോട്ട് വരാൻ ധൈര്യം തന്നു. എന്നാലും നീ ഒന്നും അറിയണ്ട എന്ന് ഞാൻ തന്നെ പറഞ്ഞു. അങ്ങനെ ഒരു സന്യാസിനിയായി ഞാൻ എൻ്റെ മകനെ കാണാൻ ഈ നാട്ടിലേക്ക് വന്നു. എന്നാലും എനിക്ക് ഇപ്പോഴും അറിയില്ല പാർവണ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞുവെന്ന്. ഇന്ന് ആ കുട്ടി വന്ന് എല്ലാം അവൾക്കറിയാം, ഇപ്പോൾ തന്നെ അത് എല്ലാവരുടെയും മുന്നിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ അമ്പരന്നു പോയി. നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ? മഹിയുടെ മനസ്സിലെ സംശയം തന്നെ അമ്മയും പറയുന്നത് കേട്ടപ്പോൾ അവൾ അമ്മ വഴിയല്ല ഒന്നും അറിഞ്ഞതെന്ന് മനസ്സിലായി. പിന്നെ എങ്ങനെയായിരിക്കും? തൽക്കാലം ഇപ്പോൾ അതിലും പ്രധാനപ്പെട്ട കാര്യമുള്ളതുകൊണ്ട് അവനത് വിട്ടു.
അമ്മേ, ദാസന്റെ കൂടെയുള്ള നമ്മുടെ കുഞ്ഞോ? അത് കേട്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവൻ തിരികെ തന്നപ്പോൾ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ് ഒരിക്കലും ഈ കുഞ്ഞിന്റെ അവകാശം പറഞ്ഞ് ഞാൻ അവരുടെ മുന്നിൽ ചെല്ലില്ല എന്ന്. ഇത്ര നാളും അവർ അവരുടെ മകനായി അവനെ വളർത്തിയിട്ട് ഇപ്പോൾ നമ്മൾ എന്തു പറഞ്ഞാണ് അവരുടെ മുന്നിൽ പോയി അവനെ തിരികെ ചോദിക്കുക? ഇനി അവർ വിട്ടുതന്നാലും അവൻ നമ്മളെ അംഗീകരിക്കുമോ? തന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരമ്മയായി അല്ലേ അവൻ എന്നെ കാണൂ? ദേവിക തന്റെ ആശങ്കകളെല്ലാം തന്റെ മകന് മുന്നിൽ തുറന്നു പറഞ്ഞു. അതൊക്കെ ശരിയാണെന്ന് മഹിക്കും അറിയാമായിരുന്നു. അതൊക്കെ ശരിയാണമ്മേ, എന്നാലും ഇത്രയും അറിഞ്ഞിട്ടും അവനെ ഒന്ന് കാണാതെ പോലും ഇരിക്കാൻ പറ്റുന്നില്ല എന്നെക്കൊണ്ട്. ഒന്നും അവനോട് പറഞ്ഞില്ലെങ്കിലും അവനെ ഒന്ന് കാണാനെങ്കിലും അനുവദിക്കണം എന്ന് ദാസനോട് ഞാൻ പറയാം. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടം വരെയും വന്ന ആളല്ലേ, സമ്മതിക്കാതിരിക്കില്ല. അവനത് പറഞ്ഞപ്പോൾ അത് ശരിയായിരിക്കുമെന്ന മട്ടിൽ പ്രതീക്ഷയോടെ ദേവികയും തലയാട്ടി. ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. താൻ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു പോയ തന്റെ ചോരക്കുഞ്ഞ് ഇപ്പോൾ വളർന്ന് എങ്ങനെയായി എന്നറിയാൻ ആ അമ്മ മനസ്സും തുടികൊട്ടുകയായിരുന്നു. അമ്മ വാ, നമുക്ക് ദാസങ്കളിനോടൊന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ തന്നെ അങ്കിൾ പോയി കാണില്ല എന്ന് തോന്നുന്നു. അവർ രണ്ടാളും കൂടി പുറത്തേക്ക് ചെന്നപ്പോൾ എല്ലാവരും സിറ്റൗട്ടിലുണ്ട്. ദാസനും പോയിട്ടില്ല എന്നത് അവർക്ക് ആശ്വാസമായി തോന്നി. എങ്കിലും തങ്ങളുടെ ആവശ്യം അയാളെ അറിയിക്കുമ്പോൾ അയാൾ എന്തു പറയൂ എന്നത് ഓർത്തപ്പോൾ കുറച്ച് ടെൻഷനും തോന്നി. മഹി തന്നെയാണ് പറഞ്ഞു തുടങ്ങിയത്. ദാസനങ്കിൾ, ഞങ്ങളുടെ മൂന്നാളുടെയും ജീവൻ താങ്കൾ തിരികെ തന്നപ്പോൾ ഇനി ഒരിക്കലും അമ്മ നിങ്ങളെ ഏൽപ്പിച്ച ആ മകനെ അന്വേഷിച്ചു വരില്ല എന്ന് അങ്കിളിന് വാക്ക് തന്നതാണ്. പക്ഷേ എല്ലാ സത്യങ്ങളും അറിഞ്ഞപ്പോൾ അവനെ ഒന്ന് കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ അവനെ ഒന്ന് ദൂരെ നിന്നെങ്കിലും കണ്ടോട്ടെ. മഹി പറഞ്ഞത് കേട്ട് കുറച്ചു നേരത്തേക്ക് ദാസൻ ഒന്നും മിണ്ടാതെ നിന്നു. അയാൾ അവരുടെ ആവശ്യം നിഷേധിക്കാൻ പോവുകയാണെന്ന് അവർ ഒന്ന് ഭയന്നു. കുറച്ചു നേരത്തിന് ശേഷം അയാൾ ദേവികയുടെ മുന്നിൽ വന്ന് നിന്നു. നിങ്ങൾ അന്ന് കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നിട്ട് പോയപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ പിന്നീട് അവൻ ഞങ്ങളുടെ എല്ലാം ആയപ്പോൾ, അവനെ ഞങ്ങൾ ജീവനേക്കാളേറെ സ്നേഹിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി രണ്ടു മക്കളെയും തന്നിൽ നിന്നും മാറ്റേണ്ടി വന്ന ഒരമ്മയുടെ വേദന എന്തായിരിക്കുമെന്ന്. അന്നു മുതൽ ഞങ്ങൾ തീരുമാനിച്ചതാണ് അവനോട് എല്ലാ സത്യങ്ങളും ഞങ്ങൾ തുറന്നു പറയുമെന്ന്. അവൻ വലുതായി കഴിഞ്ഞപ്പോൾ, അവന് എല്ലാം മനസ്സിലാവുന്ന പ്രായമായപ്പോൾ എല്ലാ സത്യങ്ങളും ഞങ്ങൾ അവനോട് പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടും അവൻ ഞങ്ങളെ വെറുത്തില്ല, സ്നേഹിക്കുന്നത് കുറഞ്ഞതുമില്ല. അവന് ജോലിയായി കഴിഞ്ഞപ്പോൾ അവൻ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് അവൻ അവൻ്റെ കുടുംബത്തെ കണ്ടെത്താൻ പോവുകയാണെന്ന്. ഞങ്ങൾക്കതിൽ പരിഭവമൊന്നും തോന്നിയില്ല. ഞങ്ങൾ പറഞ്ഞ വിവരം വെച്ച് അവൻ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിയത്. അവൻ ഞങ്ങളിലേക്ക് എത്തിയെന്നോ? അപ്പോൾ അവന് ഞങ്ങളെ അറിയാമോ? മഹി അതിശയത്തോടെ ചോദിച്ചു. അവൻ്റെ അതിശയം ബാക്കി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവന് നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് അവനെയും അറിയാം. എൻ്റെ മകൻ മറ്റാരുമല്ല, പാലക്കാട് കമ്മീഷണർ ആര്യൻ ദേവ് IPS ആണ്. ദാസൻ പറഞ്ഞത് കേട്ട് കുറച്ചു നേരത്തേക്ക് ഞെട്ടിത്തെറിച്ച് നിൽക്കാൻ മാത്രമേ അവിടെ എല്ലാവർക്കുമായുള്ളൂ. ആര്യനോ? എൻ്റെ അനിയൻ ആര്യനാണോ? മഹി വിശ്വാസം വരാതെ വീണ്ടും ചോദിച്ചപ്പോൾ ദാസൻ ആണെന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്നിട്ട് ആര്യൻ എവിടെ? അവൻ പോയോ? അവൻ പോയതൊന്നുമല്ല. ഇവിടുന്ന് പിടിച്ചുകൊണ്ടു പോയവരെയൊക്കെ ഒരു വഴിക്കാക്കണ്ടേ? പിന്നെ വിഷ്ണുവിൻ്റെ അനിയത്തിയെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് പോയത്. അവൻ വരുന്നത് വരെ ആരും ഒന്നും അറിയരുതെന്ന് എന്നോട് പറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ അപേക്ഷയും ആകാംക്ഷയും കണ്ടപ്പോൾ പിന്നെയും മിണ്ടാതിരിക്കാൻ സാധിച്ചില്ല. അതാണ് പറഞ്ഞു പോയത്. പിന്നീട് അവിടെ ആര്യന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. പുറത്ത് അവൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടപ്പോഴേ എല്ലാവരും കൂടി ഓടി പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരെയും പുറത്ത് കണ്ടപ്പോഴേ ആര്യന് മനസ്സിലായി എല്ലാവരും എല്ലാം അറിഞ്ഞു എന്ന്. അവന് തൻ്റെ അച്ഛനെ നോക്കിയപ്പോൾ അദ്ദേഹം കണ്ണടച്ച് കാണിച്ചു. അവൻ്റെ കണ്ണുകൾ അറിയാതെ ദേവികയിലേക്ക് നീണ്ടു. അവൻ അവരുടെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും അവർ വന്ന് അവനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു. ഒട്ടൊരു നേരത്തിന് ശേഷം അതിലേക്ക് മഹിയും കൂടി. അമ്മയുടെയും മക്കളുടെയും വർഷങ്ങൾക്ക് ശേഷമുള്ള ആ സമാഗമത്തിന് മാണിക്യമംഗലം കുടുംബത്തോടൊപ്പം പൂർണ്ണചന്ദ്രനും നക്ഷത്രങ്ങളും സാക്ഷിയായി. അന്ന് എല്ലാവരും കൂടി മഹിയുടെ വീട്ടിൽ കൂടാൻ തീരുമാനമായി. രാത്രി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ കൂടിയിരിക്കുകയാണ്. രാവിലത്തെ കിഡ്നാപ്പിക്കും മറ്റുമായി ദേവ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിഞ്ഞ ഉടനെ വിഷ്ണുവും ഗായത്രിയും ദേവുവിനെയും കൂട്ടി വീട്ടിലേക്ക് പോയിരുന്നു. എന്നാലും കാശി അവരോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. സോഫയിൽ ദേവികയുടെ മടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലവെച്ച് കിടക്കുകയായിരുന്നു മഹിയും ആര്യനും. ഓരോ കൈകൊണ്ടും രണ്ടു മക്കളുടെയും തലയിൽ തഴുകുന്നുണ്ട് ദേവിക. ഇടയ്ക്കിടെ എല്ലാവരും അതും ഇതുമൊക്കെ സംസാരിക്കുന്നുമുണ്ട്. പാറു, നീ എങ്ങനെയാണ് ഇതെന്റെ അമ്മയാണെന്ന് മനസ്സിലാക്കിയത്? അമ്മ നിന്നോട് ഒരു സത്യവും പറഞ്ഞിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. പാറു മഹിയെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കിയതല്ല. എനിക്ക് ആദ്യം സംശയം തോന്നിയത് കാളിയമ്മയും മണിയണ്ണനെയായിരുന്നു. സൂര്യന്റെ പാസ്റ്റിനെ പറ്റി ചോദിക്കുമ്പോഴൊക്കെ അവർ വല്ലാതെ അസ്വസ്ഥരാകുന്നു എന്നെനിക്ക് തോന്നിയിരുന്നു. എന്തോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ. അന്ന് സൂര്യന്റെ പിറന്നാളിനെ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ കാളിയമ്മ വല്ലാതെ അസ്വസ്ഥതയായത് കൂടി കണ്ടപ്പോൾ എന്തോ രഹസ്യമുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു.
പിന്നെ അതെന്താണെന്ന് കണ്ടെത്താനായി എൻ്റെ ശ്രമം. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ കല്യാണത്തിന് ജാതകം നോക്കിയപ്പോൾ അന്ന് മണിയന്റെ കയ്യിൽ സൂര്യേട്ടന്റെ ജാതകം ഞാൻ കണ്ടത്. അതോടെ എനിക്ക് ഉറപ്പായി മണിയണ്ണനും കാളിയമ്മയ്ക്കും സൂര്യേട്ടനെ പറ്റി ഞാൻ അറിയാത്ത എന്തൊക്കെയോ അറിയാമെന്ന്. എന്നിട്ട് സന്യാസിനിയമ്മയെ കാണുമ്പോഴൊക്കെ എനിക്ക് ആരുടെയോ ചായ തോന്നാറുണ്ടായിരുന്നു. അതുപോലെ അമ്മയ്ക്ക് എന്നോടും സൂര്യേട്ടനോടും പ്രത്യേക ചായ്വുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സന്യാസിനിയമ്മ സൂര്യേട്ടനെ നോക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു വാത്സല്യം ഉള്ളതുപോലെ. സൂര്യേട്ടൻ ജയിലിലായിരിക്കുന്ന സമയത്ത് മണിയണ്ണൻ അമ്മയോട് സംസാരിക്കുന്നതും സൂര്യേട്ടൻ ജാതകം അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നതും ഞാൻ കണ്ടു. അതോടെ എൻ്റെ സംശയങ്ങൾക്കൊക്കെ കഴമ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് അമ്മ നമുക്ക് കല്യാണത്തിന് തന്ന ഗിഫ്റ്റ് ബോക്സ് തുറന്നു നോക്കി. അതിലെ വള കണ്ടതും ഇതുപോലൊരു വള നീലാംബരി ദേവിയുടെ കയ്യിൽ കിടക്കുന്നത് കണ്ടിട്ടുള്ളത് ഞാൻ ഓർത്തു. ഇവിടത്തെ ഒരു പഴയ സ്വർണ്ണക്കടയിൽ പോയി ഈ വളയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ അത് കൽപ്പകശ്ശേരിക്കാരുടെ കുടുംബത്തിൽ കൈമാറി വരുന്ന വളയാണെന്ന് അവർ എനിക്ക് പറഞ്ഞു തന്നു. അതോടെ കൽപ്പകശ്ശേരിക്കാരുമായി അമ്മയ്ക്ക് എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് പോയി. അവിടെ ചെന്ന് കുറച്ച് അന്വേഷിച്ചിട്ടാണെങ്കിലും അമ്മയെപ്പറ്റി കുറച്ച് വിവരങ്ങൾ കിട്ടി. അതും വെച്ച് ഞാൻ കാളിയമ്മയോടും മണിയണ്ണനോടും ചോദിച്ചു. എനിക്ക് ഇത്രയുമൊക്കെ അറിയാമെന്ന് മനസ്സിലാക്കി. പിന്നെ അവർ എന്നോട് സത്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. പിന്നെ മഹി പറഞ്ഞു, കൊള്ളാലോ, നിനക്ക് ഇത്രയും ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടായിരുന്നോ? പാറു ഒരു ചിരിയോടെ അവളുടെ കോളർ പൊക്കുന്നത് പോലെ കാണിച്ചു. മഹി ആരും നേരെ തിരിഞ്ഞു. അല്ല, നീ എങ്ങനെ എന്നെയും അമ്മയും കണ്ടെത്തി? എല്ലാം അച്ഛനും അമ്മയും പറഞ്ഞറിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നതാണ് സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോൾ എൻ്റെ കുടുംബത്തെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന്. ജോലി കിട്ടി ആദ്യമൊന്നും അതിന് സാധിച്ചില്ല. അമ്മ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ആകെ അറിയാവുന്നത് കൃഷ്ണപുരത്ത് കൊണ്ടാക്കിയ എൻ്റെ സഹോദരനെ പറ്റി മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ പാലക്കാടേക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്നു. ഇവിടെ വന്ന് തിരക്കിയപ്പോഴേ അറിഞ്ഞു മാണിക്യമംഗലത്തെ സൂര്യമഹാദേവന്റെ വിശേഷങ്ങളൊക്കെ. നീ ഇവിടെ എല്ലാവർക്കും എത്ര പ്രിയങ്കരനാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. പക്ഷേ നിനക്ക് പണ്ടത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന സത്യം എന്നെ നിന്നോട് സംസാരിക്കുന്നതിൽ നിന്ന് വിലക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സന്ദീപിന്റെ കേസ് എൻ്റെ അടുത്ത് തന്നെ വന്നെത്തുന്നത്. നിന്റെ കല്യാണത്തിന്റെ അന്ന് വിനുവിന്റെ കൊലപാതകത്തിന് നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് അവിടെ നിൽക്കുന്ന അമ്മയെ ഞാൻ കാണുന്നത്. പണ്ട് അച്ഛൻ്റെ കയ്യിൽ അമ്മയുടെ ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ ഒരു കണ്ണും ശ്രദ്ധയും എപ്പോഴും നിങ്ങളുടെ മേലുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം കൂടി. കാശി പെട്ടെന്ന് ഇടയ്ക്ക് കയറി ചോദിച്ചു. ആര്യൻ എന്താണെന്ന മട്ടിൽ അവനെ നോക്കി. മഹി ജയിലിലായിരുന്ന സമയത്ത് ആ രാത്രി സാറാണോ എന്നെയും വരുണിനെയും വിഷ്ണുവേട്ടനെയും കുടുംബത്തെയും കൽപ്പകശ്ശേരിക്കാരുടെ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? കാശിയുടെ ചോദ്യത്തിന് ആര്യൻ മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവന്റെ പുഞ്ചിരിയിൽ നിന്ന് അവർക്ക് കാര്യം മനസ്സിലായി. മഹി ജയിലിൽ നിന്ന് വന്നതാണെന്നാണ് ഒരു നിമിഷം ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പോഴല്ലേ മനസ്സിലായത് എങ്ങനെയാണ് മഹിയെപ്പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരാൾ വന്നതെന്ന്. കാശി ആത്മകഥം പോലെ പറഞ്ഞപ്പോൾ ആര്യനും കാശിയും അന്യോന്യം നോക്കി ചിരിച്ചു. പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പറഞ്ഞും സംശയങ്ങൾ ചോദിച്ചും അവർ നേരം വെളുപ്പിച്ചു. ദിവസങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്നു. അന്നത്തെ സംഭവത്തോടെ ഞങ്ങളുടെ ജീവിതവും മാറി. അമ്മ ഞങ്ങളോടൊപ്പം താമസം മാറ്റി. ആര്യൻ സമയം കിട്ടുന്ന പോലെ വന്നും പോയി ഇരിക്കുമായിരുന്നു. തനിക്ക് കിട്ടിയ പുതിയ ബന്ധങ്ങളോടൊപ്പം പഴയ കുടുംബവും അവൻ പരാതിയില്ലാതെ കൊണ്ടുപോകുന്നു എന്നത് എന്നെ അമ്പരിപ്പിച്ചു. ഇപ്പോൾ ആര്യന്റെ അച്ഛൻ ദാസനങ്ങളും അമ്മ വനജ ആന്റിയും ഞങ്ങളുടെ സ്വന്തമാണ്. ആര്യൻ എന്നെക്കാളും മൂത്തതാണെങ്കിലും അവൻ എൻ്റെ അനിയനായതുകൊണ്ട് ഞാൻ പേരാണ് വിളിക്കുന്നത്. അവൻ എന്നെ പാറു എന്നും. ഞങ്ങളിപ്പോൾ നല്ല കൂട്ടാണ്. മാനവേന്ദ്രനും ഇന്ദ്രജിത്തും ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും കേസ് കുറച്ച് വലുതായതുകൊണ്ട് കിട്ടിയില്ല. അവരുടെ വക്കീൽ ആര്യനെ തകർക്കാൻ വേണ്ടി ദാസങ്കിളിനെ കൂടി ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല. അമ്മ പോയി ദാസൻ അങ്കിൾ ഒരു രീതിയിലും തങ്ങളെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് മൊഴി കൊടുത്തു. കൽപ്പകശ്ശേരി തൽക്കാലം നാഥനില്ലാ കളരി പോലെ കിടക്കുന്നത് കൊണ്ട് അതിന്റെ അവകാശം ഏറ്റെടുക്കണമെന്ന് പറയാൻ ശിവപുരത്തെ പഞ്ചായത്ത് അംഗങ്ങളെല്ലാം കൂടി സൂര്യേട്ടനെ വന്നു കണ്ടിരുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ ഉണ്ടാവുമെന്ന വാക്ക് കൊടുത്തെങ്കിലും കൽപ്പകശ്ശേരിയിൽ പോയി താമസിക്കാനോ ആ കുടുംബത്തിന്റെ നാഥനാവാനോ താനില്ല എന്ന് സൂര്യേട്ടൻ ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ കുടുംബത്തെ മനസ്സുകൊണ്ട് സ്വീകരിച്ചെങ്കിലും താൻ കൽപ്പകശ്ശേരിയിലെ ചോരയാണെന്നുള്ള സത്യം ഇതുവരെ സൂര്യേട്ടന് മുഴുവനായും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അധികം നിർബന്ധിക്കാനും ഞാൻ പോയില്ല. കാളിയമ്മയും മണിയണ്ണനും അമ്മയുടെ വരവോടെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞെങ്കിലും ഇത്രയും കാലം തന്നിൽ നിന്ന് സത്യങ്ങൾ മറച്ചു വെച്ചതിന്റെ ശിക്ഷയായി ജീവിതകാലം മുഴുവനും ഞങ്ങളോടൊപ്പം താമസിച്ചാൽ മതിയെന്ന് പറഞ്ഞ് സൂര്യേട്ടൻ വിലക്കി. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി സന്തുഷ്ട കുടുംബമാണ്. അന്ന് വന്നിട്ട് 2-3 ദിവസം ദേവു ഇവിടെ ഉണ്ടായിരുന്നു. എങ്കിലും പണ്ടത്തെ പോലെ അവൾ സൂര്യേട്ടനോട് അടുപ്പം കാണിക്കാൻ വരാത്തത് എനിക്ക് ആശ്വാസമായി. സൂര്യേട്ടൻ ഇനി എന്റെയാണ് എന്നുള്ള സത്യം അവൾ അംഗീകരിച്ചു എന്ന് തോന്നിപ്പിച്ചു. കുറച്ചു ദിവസം ഏട്ടനോടൊപ്പം നിന്ന് അവൾ തിരികെ ഹോസ്റ്റലിലേക്ക് പോവുകയും ചെയ്തു. കാവ്യയുടെ വരവിന് ഇപ്പോഴും കുറവില്ല. അവൾ ഇഷ്ടം പോലെ വന്നും പോയി ഇരിക്കും.
അന്നൊരു ഞായറാഴ്ചയായിരുന്നു. സൂര്യേട്ടൻ അമ്മയെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോയി. കാളിയമ്മയും മണിയനും കൂടി അവരുടെ എന്തോ ആവശ്യത്തിന് പോയതാണ്. വൈകിയേ വരൂ എന്ന് പറഞ്ഞിരുന്നു. ആര്യൻ ഇന്ന് വൈകിട്ടാവുമ്പോഴേക്കും എത്തുമെന്ന് പറഞ്ഞിരുന്നു. 2 ദിവസത്തേക്ക് അവന് ഓഫാണത്രേ. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വീട്ടുപണികളൊക്കെ നടക്കുമ്പോഴാണ് ഫോൺ അടിക്കുന്നത് കേട്ടത്. നോക്കിയപ്പോൾ പരിചയമില്ലാത്തൊരു നമ്പറാണ്. ഒന്ന് സംശയിച്ചെങ്കിലും പിന്നീട് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഹലോ. കുറച്ചുനേരം കാത്തിരുന്നിട്ടും അവിടുന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. പക്ഷേ അപ്പുറത്ത് ആളുണ്ട് എന്നതിന് തെളിവായി നിശ്വാസങ്ങൾ കേൾക്കാമായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ ഹലോ എന്ന് വെച്ചു. ഇത്തവണ മറുപടി വന്നു. ഹലോ. എവിടെയോ കേട്ടുമറന്ന ഒരു ശബ്ദം എൻ്റെ കാതുകളിൽ വന്നു പതിച്ചു. ഹലോ, ആരാ? ചേച്ചി, ഞാൻ തനു ആണ്.